2024 നടക്കുന്ന എക്കണോമിക്സിൻ്റെ പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും കണ്ട് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. എക്സാമിന് ആവർത്തിച്ച് വരുന്ന 5 മാർക്കിന്റെ ചോദ്യങ്ങൾ, ചിലപ്പോൾ 8 മാർക്കിന് ചോദ്യം ചോദിക്കാറുണ്ട്. സുസ്ഥിര വികസന തന്ത്രങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനത്തിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. 5 മാർക്കിന് വരാറുണ്ട്, അതുപോലെ 8 മാർക്കും ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. സുസ്ഥിര വികസനം എന്നാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം എന്നാണ് അർത്ഥം. അപ്പം ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന ഒരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് ഒരുപാട് കോട്ടങ്ങൾ തട്ടുണ്ട്. ഇതിൽ ഭാവി തലമുറകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വികസനമാണ് ഇന്നത്തെ കാലത്തുള്ളത്. കാരണം നമ്മൾ വാഹനങ്ങൾ, അതുപോലെ മറ്റൊരുപാട് ഉൽപാദന സ്ഥാപനങ്ങളായാലും കാർഷിക മേഖലയായാലും സേവന മേഖലയായാലും ഉള്ള വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് ഒരുപാട് കോട്ടം തട്ടിക്കൊണ്ടുള്ള ഒരു വികസനമാണ്. അപ്പം പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടൊരു വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക സൗഹൃദം പുലർത്തുന്ന വികസനം എന്നാണ് അർത്ഥം. ഒരിക്കലും പരിസ്ഥിതിക്ക് ഹാനി ഉണ്ടാകില്ല, പരിസ്ഥിതിക്ക് ഒരിക്കലും കോട്ടം തട്ടുകയില്ല. ഭാവി തലമുറകൾക്ക് അവയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വിഘാതമാകാത്ത രീതിയിലുള്ള വികസനമാണ്. അതായത് ഭാവി തലമുറകൾക്ക് അവർ അന്നും ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അന്നത്തെ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വികസനം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വികസനത്തിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ പ്ലാസ്റ്റിക്കിന് അമിതമായിട്ടുള്ള ഉപയോഗം, കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവിടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇപ്പൊ കൽക്കരിയും പെട്രോളും ഡീസലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് വഴി അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതെന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വഴി ഭാവി തലമുറക്ക് അത് കിട്ടാത്ത അവസ്ഥ വരും. അപ്പം അത് അന്നത്തെ തലമുറകൾ കൂടി കിട്ടുന്ന രീതിയിലുള്ള ഒരു വികസനമായിരിക്കണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം സുസ്ഥിര വികസനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തേക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പം വികസനം പ്രകൃതിക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസംഖ്യ പരിമിതപ്പെടുത്തുക. അമിതമായിട്ടുള്ള ജനസംഖ്യ എക്സ്പ്ലോഷൻ, ജനസംഖ്യ സ്ഫോടനമാണ് ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന വികസനങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. അല്ലെങ്കിൽ എന്താണ്, വികസനം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഈ ജനസംഖ്യയുടെ അമിതമായിട്ടുള്ള വളർച്ച മൂലമാണ്. നിവേശങ്ങൾ ഫലപ്രദമാകുന്ന സാങ്കേതികവിദ്യ സ്വീകരിക്കുക. നിവേശങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ നല്ല രീതിയിൽ ഫലപ്രദമാകുന്ന ഇതിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും നിവേശങ്ങൾ ഫലപ്രദമാകുന്ന രീതിയിൽ? അപ്പം നമ്മള് നിവേശങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറെ നിവേശങ്ങൾ നമ്മൾ ഉപയോഗിക്കും, ബാക്കി നമ്മൾ എന്താണ് ഒരിക്കലും ഉപയോഗപ്പെടുത്താതെ എന്താണ് കേടുവരികയും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കാരണങ്ങൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഉള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ നിവേശങ്ങൾ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക, അല്ല ഇന്നത്തെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തല്. പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, സൂര്യനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അപ്പം നമ്മൾ കൽക്കരി, പെട്രോളിൽ നിന്ന് നല്ല രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ജലത്തിൽ നിന്ന് നല്ല രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഈ വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് ഒരുപാട് കോട്ടങ്ങൾ തട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ജലവൈദ്യുതി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ അണക്കെട്ടുകളൊക്കെ കെട്ടി നിർമ്മിച്ച് നമ്മൾ എന്താണ് ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പോവുകയും അവിടുത്തെ ജീവജാലങ്ങൾക്ക് ഒരുപാട് ദോഷം സംഭവിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പൊ കരിക്കരിയിൽ നിന്ന് പെട്രോളിൽ നിന്നൊക്കെ നമ്മൾ വൈദ്യുതി കണ്ടമാനം ഉപയോഗിക്കുമ്പോൾ പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അല്ല പരിസ്ഥിതി മലിനീകരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവി തലമുറയ്ക്ക് കൽക്കരി, പെട്രോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടാത്തൊരവസ്ഥ കൂടി വരാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അപ്പൊ കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നും അതുപോലെ മിനി ജലവൈദ്യുതി പദ്ധതികൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിസ്ഥിതിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല. ഗ്രാമപ്രദേശങ്ങളെ LPG, നഗരപ്രദേശങ്ങൾ CNG, അല്ല ഗ്രാമപ്രദേശങ്ങൾ LPG ഗ്യാസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം എന്താണ്, ഇവിടെ വർഗുകളും അതുപോലെ തന്നെ മറ്റൊക്കെ കത്തിച്ച് പരിസ്ഥിതി മലിനമാവുന്നതിന് പകരം എന്താണ് നമ്മൾ LPG ഗ്യാസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് യാതൊരുവിധ കോട്ടവും സംഭവിക്കുന്നില്ല. നഗരപ്രദേശങ്ങൾ CNG, ഇപ്പൊ വാഹനങ്ങളും മറ്റും നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണ്ടിട്ടുണ്ടായിരിക്കും, CNG ഗ്യാസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വാഹനങ്ങളൊക്കെ ഗ്യാസിന്റെ വാഹനങ്ങൾക്ക് ഓടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ജൈവ കൃഷി കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ച് എന്താണ് ഉൽപാദനം നടത്തുമ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതെന്താണ് പരിസ്ഥിതിക്ക് ഒരുപാട് കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും, ഇപ്പൊ നമ്മള് മരുന്നുകളുടെ കാര്യത്തിൽ ഇംഗ്ലീഷ് മരുന്നുകൾ കണ്ടമാനം ഉപയോഗിക്കണം, അതിന് പകരം എന്താണ് നാടൻ മരുന്നുകളും ഫലപ്രയോഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം സുസ്ഥിര വികസനത്തിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. എന്താണ് സുസ്ഥിര വികസനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ സുസ്ഥിര വികസനം നടപ്പിലാക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. 5 മാർക്കിനും 8 മാർക്കിനും ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. പൈ ഡയഗ്രാം വരയ്ക്കുക.
എക്സാമിന് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്തതായത് കൊണ്ട് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ലെസ്തനോജിയും മോർദനോജിയും നമ്മൾ ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലൊരു വീഡിയോ ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കും. ഒഴിവാക്കൽ രീതിയിൽ ആവർത്തി വിതരണ പട്ടിക തയ്യാറാക്കുക. ഇപ്പൊ നമുക്ക് കുറെ സംഖ്യകൾ തരും. എന്നിട്ട് നമ്മളോട് ടാലി മാർക്ക് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ക്ലാസ്സും അതുപോലെ ടാലിയും ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടി. ഇവിടെ നമ്മൾ കുറെ സംഖ്യകൾ തരുമ്പോൾ അവിടെ ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സും തരാറുണ്ട്. ഒന്നെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ്സിൽ ടാലി നിർമ്മിക്കാനായിരിക്കും പറയാ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സിൽ ആവർത്തി ക്ലാസ് ഇന്റർവെൽ 7 പരിഗണിച്ചുകൊണ്ട് ഒരു ആവർത്തി വിതരണ പട്ടിക തയ്യാറാക്കുക, അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവെൽ 5 പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 10 പരിഗണിച്ചുകൊണ്ട് ഒരു ആവർത്തി വിതരണ പട്ടിക തയ്യാറാക്കുക. ഇങ്ങനെ ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ അത് കണ്ട് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രാഥമിക തത്വവും ദ്വിതീയ തത്വവും വേർതിരിച്ചെഴുതുക. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രാഥമിക ഡാറ്റയെ കുറിച്ച് അല്ലെ. അതായത് പ്രാഥമിക ഡാറ്റ പ്രധാനമായിട്ടും 3 രീതിയിൽ ശേഖരിക്കാവുന്നതാണ്. വ്യക്തികളുമായിട്ടുള്ള നേരിട്ടുള്ള അഭിമുഖം, തപാൽ മുഖേന ചോദ്യാവലി, ടെലിഫോൺ അഭിമുഖം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ക്ലാസ്സിലൊക്കെ. ആദ്യ തവണ തന്നെ മൗലികമായ ഡാറ്റയായി അന്വേഷകൻ മുഖാന്തരം ശേഖരിച്ച ഡാറ്റയെ പ്രാഥമിക ഡാറ്റ എന്ന് പറയുന്നു. നമ്മൾ നേരിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയാ? പ്രാഥമിക ഡാറ്റ എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ നേരിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഇതിൽ ഒരുപാട് വ്യക്തികളെ, അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള വ്യക്തികളല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ തപാൽ മുഖേന അവരെ ഇന്റർവ്യൂവിന് വിധേയമാക്കും. അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ദൂരമുള്ള ആളാണെങ്കിൽ നമ്മൾ ഫോൺ മുഖേന അവരെ ഇന്റർവ്യൂവിന് വിധേയമാക്കും. എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രാഥമിക ഡാറ്റ ശേഖരണം എന്ന് പറഞ്ഞാൽ. അപ്പം ആദ്യ തവണ തന്നെ നമ്മൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് നമ്മൾ പ്രാഥമിക ഡാറ്റ എന്ന് പറയും. ഇതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. എക്സാമിന് ആവർത്തി ചോദിക്കാറുണ്ട്. വ്യക്തികളുമായി നേരിട്ടുള്ള അഭിമുഖം എന്താണെന്ന് ചോദിക്കും, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിക്കാറുണ്ട്. തപാൽ മുഖേനയുള്ള ചോദ്യാവലി എന്താണ് ചോദിക്കാറുണ്ട്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. ടെലിഫോൺ അഭിമുഖം എന്താണ് ചോദിക്കാറുണ്ട്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിക്കാറുണ്ട്. എക്സാമിന് ഇതിന്ന് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് 4 മാർക്കിന് 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ദ്വിതീയ ഡാറ്റ അഥവാ സെക്കൻഡറി ഡാറ്റ. മറ്റേതെങ്കിലും ഏജൻസി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്ത ഡാറ്റയെ നാം ഉപയോഗിക്കുമ്പോൾ അതിനെ ദ്വിതീയ ഡാറ്റ എന്ന് പറയും. നമുക്ക് നേരിട്ട് എല്ലാ വിവരങ്ങളും കിട്ടുന്നത്. ഒരു വ്യക്തിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇതൊക്കെ സെക്കൻഡറി ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. പത്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത്, ടിവിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ന്യൂസിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. നേരിട്ടല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് സെക്കൻഡറി ഡാറ്റ. ഒന്നെങ്കിൽ ഇവ താരതമ്യം ചെയ്യാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്താണെന്ന് ചോദിക്കും. നല്ല രീതിയിൽ വിശദീകരിക്കാൻ വേണ്ടിയും പറയാറുണ്ട്. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു രാജ്യത്തിലെ മൂലധന രൂപവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ എ കൺട്രി. എക്സാമിന് 4 മാർക്കിനും 5 മാർക്കിനും വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യമാണിത്. മൂലധന രൂപവൽക്കരണ പ്രധാനത്തിന് ഉറവിടങ്ങൾ. മനുഷ്യന് ഒരു മൂലധന വസ്തുവായി മാറുക. മനുഷ്യൻ എങ്ങനെ ഒരു മൂലധന വസ്തുവായി മാറുക? ഇപ്പൊ നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരാളും നല്ലൊരു ആരോഗ്യമുള്ള ആളും അതുപോലെ നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ഒരാളും സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലി, ഇവര് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരു വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാള്, അല്ലെങ്കിൽ നല്ലൊരു പരിശീലനം കിട്ടാത്ത ഒരാള്, അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, അയാളെ രാജ്യത്തെ സംബന്ധിച്ച് അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അയാൾ ഒരു ഉത്പാദനക്ഷമത അല്ല. എന്നാൽ ഇതെല്ലാം കിട്ടിയ ഒരാളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയും, അല്ലെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും, അതുവരെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം ഇങ്ങനെ എല്ലാ കഴിവുകളും ഉള്ള ഒരാളെയാണ് നമ്മളൊരു മൂലധന വസ്തുവായിട്ട് പരിഗണിക്കുക. അപ്പം മനുഷ്യന് ഒരു മൂലധന വസ്തുവായി മാറുന്നതെങ്കിൽ പ്രധാനമായിട്ടും ഈ 5 ഘടകങ്ങൾ മനുഷ്യന് കിട്ടിയിരിക്കണം. ഒന്ന്, നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം, ആരോഗ്യം ഉണ്ടായിരിക്കണം, ജോലിക്കിടയിൽ പരിശീലനം ഉണ്ടായിരിക്കണം, കുടിയേറ്റം ഉണ്ടായിരിക്കണം, ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഈ 5 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ നല്ലൊരു മൂലധന വസ്തുവാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒന്നാമത് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിനായി നമ്മളെ ഗവൺമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടേ അല്ലെ. അതായത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കണ്ടേ. ഇങ്ങനത്തെ രീതിയിലൊക്കെ പല രീതിയിലുള്ള ഇതും ചെയ്തു കൊടുക്കണ്ടേ. വിദ്യാഭ്യാസത്തിന്റെ പല രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് കൊടുക്കണ്ടേ. നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതൊരു വ്യക്തിയുടെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കും. നല്ല വിദ്യാഭ്യാസം കിട്ടിയ ഒരാളെ സംബന്ധിച്ച് കിട്ടാത്ത ഒരാളും തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അയാൾ ജീവിത നിലവാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് അയാൾ നല്ല ജീവിത നിലവാരം പുലർത്താൻ വേണ്ടി ശ്രമിക്കും. ഉത്പാദനക്ഷമത കൂട്ടും. സാമൂഹികമായിട്ടുള്ള നല്ല പദവി ഉണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടിയ ആൾക്ക് നല്ലൊരു പദവി ഉണ്ടായിരിക്കും. പുതിയ കണ്ടുപിടുത്തങ്ങളും പുതുമകൾക്ക് നല്ല പ്രേരണ കൊടുക്കും. രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ, ആരോഗ്യം.
നല്ലൊരു ആരോഗ്യമുള്ള ആൾക്ക് മാത്രമേ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. മനുഷ്യമൂലധനത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യ മേഖല വികസിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രതിരോധ ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, രോഗനിവാരണ ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ശുദ്ധജല വിതരണം കൊടുക്കുന്നുണ്ട്, ശുചീകരണ സൗകര്യ നിർമ്മാണം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കുന്നതാണ് പറഞ്ഞത്? നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ജോലിക്കിടയിൽ പരിശീലനം, ജോബ് ട്രെയിനിങ്. ഇപ്പൊ ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ ഫസ്റ്റ് ജോലിക്ക് കയറുന്ന സമയത്ത് നല്ലൊരു വലിയൊരു ഉയർന്ന കമ്പനി ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടുത്തെ തൊഴിലാളികളെ അല്ലെങ്കിൽ അവിടെ പുതിയൊരു ജോയിൻ ചെയ്ത ആൾക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് അയക്കും. അപ്പൊ നല്ല ട്രെയിനിങ് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് കുടിയേറ്റ മൈഗ്രേഷന്. നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ആളുകൾ കുടിയേറി പാർക്കാറുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പാർക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ്. അപ്പൊ എന്താണ് വിദേശ രാജ്യങ്ങളിൽ കുടിയേറുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പല പിന്നോക്ക രാജ്യങ്ങളിൽ നിന്നും എന്താണ് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാർ കുടിയേറ്റം നടന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് അതെന്ന് പറഞ്ഞ ഒന്നാമത്തെ ഒരു പ്രധാന ഘടകം മെച്ചപ്പെട്ട തൊഴിൽ കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിത നിലവാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. ഇൻഫർമേഷൻ അഥവാ ഇപ്പം ഇന്നത്തെ കാലത്ത് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ ഉണ്ടായിരിക്കും. നമ്മൾ ഏതൊരു കോഴ്സും അല്ലെങ്കിൽ ഏതൊരു കാര്യം പഠിക്കുകയാണെങ്കിലും അതിൽ IT ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അല്ലെ IT-യുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റും അല്ലെങ്കിൽ ഏതൊരു കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും IT-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പല സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ എന്താണ് പല കോഴ്സുകളും കോളേജുകളിലൊക്കെ എന്താണ് IT ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ IT കേന്ദ്രീകൃതമായിട്ടുള്ള പഠനമായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ഏതൊരു മേഖലയിലും എന്താണ് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം മനുഷ്യര് മൂലധന വസ്തു ആകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ട് 5 ഘടകങ്ങളാണ്: വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലിക്കിടയിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷന്, ഇൻഫർമേഷൻ. അല്ലെ, ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ. ഈ 5 ഘടകങ്ങളാണ് മനുഷ്യനെ ഒരു മൂലധന വസ്തുവാക്കി മാറ്റുക എന്നുള്ളത്. 5 മാർക്കിന് 8 മാർക്കിന് എനിക്ക് ചോദ്യം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.